നിങ്ങൾക്ക് റൂം ഫോർ റിവർ പദ്ധതി ഓർമ്മയുണ്ടാകും. നദികളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ ഖജനാവിലെ കോടികൾ പൊടിപൊടിച്ച പദ്ധതി. ആ പദ്ധതിയിലേക്ക് ഒന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. കേരളത്തെ തകർത്തെറിഞ്ഞ 2018 പ്രളയം, പേമാരിപ്പെയ്ത്ത് പേടിയാകാൻ തുടങ്ങിയ ആ കാലഘട്ടം. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയത്തെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ നെതർലൻഡ്സിലേക്ക് കോടികൾ മുടക്കി എന്തിനാണ് യാത്ര നടത്തിയത്? 2013 ശേഷം പിണറായി വിജയനും സർക്കാരിനും 8 വർഷമാണ് കേരളത്തെ നയിക്കാൻ അവസരം കിട്ടിയത്. എന്നിട്ടും വലിയ വാഗ്ദാനങ്ങൾ നൽകിയ പദ്ധതി എന്തുകൊണ്ട് ആവിയായി പോയി? പഴയൊരു പ്രതികരണമുണ്ട്. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന DPRന്റെ ഡ്രാഫ്റ്റ് ചെന്നൈ IITയുടെ സഹായത്തോടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരിഗണനയിലുമാണ്. 2020 ആരംഭിച്ച് 2 വർഷമാണ് ഈ റൂം ഫോർ റിവർ പദ്ധതിക്ക് പ്രായമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2 വർഷം കൊണ്ട് നല്ല രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവം. ആദ്യഘട്ടം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ലഘൂകരിക്കാൻ പമ്പാ നദിയിലാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പദ്ധതി ഇപ്പോഴും ഫ്രീസറിൽ തന്നെയാണ്. കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടായ ക്രമക്കേടും വിവാദവും കാരണം പദ്ധതി മുന്നോട്ട് പോയതേയില്ല. 2021 മാർച്ച് മാസത്തിലാണ് ചെന്നൈ IITക്ക് കൺസൾട്ടൻസി നൽകാൻ പിന്നീട് തീരുമാനിച്ചിരുന്നത്. വിശദമായിട്ടുള്ള പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഉൾപ്പെടെ 5 കോടി രൂപയാണ് കൺസൾട്ടൻസി ഫീസ്. എന്നാൽ പദ്ധതി നടപ്പാക്കാൻ ഒരു സമിതിയും രൂപീകരിച്ചില്ല. പദ്ധതിക്കായി തുക സ്വരൂപിക്കുന്നത് എങ്ങനെയെന്നതിലും തീരുമാനം ഉണ്ടായതേയില്ല. എന്നാൽ 8 വർഷം കഴിയുമ്പോഴും കേരളം ഓർക്കണം, വെള്ളത്തിൽ തന്നെയാണ്. പദ്ധതിയുടെ പേരിൽ പൊടിപൊടിച്ച കോടികൾ ഖജനാവിന് നഷ്ടമായി. ധൂർത്തടിക്കാനായിരുന്നു പിണറായി വിജയന്റെയും സംഘത്തിന്റെയും അന്നത്തെ യാത്ര. അങ്ങനെ ഇക്കാലം അത്രയും പ്രളയത്തിന് ഒരു ശാശ്വത പരിഹാരവും കണ്ടെത്താൻ കഴിയാതിരുന്ന വ്യക്തികൾ പുതുമോടിയുള്ള സർക്കാരിനെ വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ അല്പം ആശ്ചര്യം തോന്നുന്നു. വെറുതെ ഇവിടെ കിടക്കല്ലേ? കേരളത്തിന്റെ പണം വെറുതെ നശിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൽ ഞാനൊന്ന് പോയാൽ വെറുതെ അത്രയെങ്കിലും നാടിന് ഗുണമുണ്ടാവട്ടെ. ഞാനപ്പോൾ കാറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കാറിൽ അടിക്കാവുന്ന ഇന്ധനം ഇതുവഴി ലാഭിക്കാൻ കഴിഞ്ഞു. ഇതാകുമ്പോൾ പണം കൊടുത്തിട്ടുള്ളതാണല്ലോ എന്നതായിരിക്കും ബുധനാഴ്ച പറയാൻ പോകുന്ന കാര്യം എന്നുള്ളത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ സ്വന്തം സുഖ സവാരിക്കാണ് അത് ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ് മുഖ്യമന്ത്രി. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള ഔദ്യോഗിക കടമകൾ കാറ്റിൽ പറത്തി പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിന്റെ വസതിയിലെ സൽക്കാരത്തിൽ പങ്കുചേരുകയാണ് മുഖ്യമന്ത്രി. ഇനി റൂം ഫോർ റിവർ പദ്ധതി എങ്ങനെയാണ് നെതർലൻഡ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് ലഘുവായി നോക്കാം. പദ്ധതിയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ എന്താണ്? വെള്ളപ്പൊക്കം തടയാൻ നെതർലൻഡ്സ് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് റൂം ഫോർ റിവർ. നദികളെ തടഞ്ഞു നിർത്തുന്നതിന് പകരം വെള്ളം ഒഴുകാൻ കൂടുതൽ ഇടം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 93-ലെയും 95-ലെയും വലിയ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ഇത്തരമൊരു പദ്ധതി നെതർലൻഡ്സ് ആവിഷ്കരിച്ചത്. നദീതടങ്ങളിൽ ആഴം കൂട്ടുക, കരകളിൽ നിന്നുള്ള സംരക്ഷണ ഭിത്തികൾ പിന്നിലേക്ക് മാറ്റി സ്ഥാപിക്കുക, വെള്ളം ഒഴുകിപ്പോകാൻ ഉപശാഖകളും ചാലുകളും ഒക്കെ തന്നെ നിർമ്മിക്കുക, നദിയോരത്തെ തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നിവയായിരുന്നു മാർഗങ്ങൾ. ഓരോ നദിയുടെയും ഭൂപ്രകൃതിയും ജനവാസവും വ്യത്യസ്തമായതിനാൽ പ്രദേശത്തിന് അനുസരിച്ചുള്ള ശാസ്ത്രീയ പഠനവും പദ്ധതിയും അനിവാര്യമാണ്. പക്ഷേ നമുക്കാകട്ടെ ഇതൊക്കെ തന്നെ കടലാസിലുമായി, ഒടുവിൽ വെള്ളത്തിലുമായി, നമ്മൾ വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലുമായി എന്ന് മാത്രം.